ക്രിസ്തുവിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വിശ്വസിക്കാതിരിക്കുന്നുവെങ്കിൽ ഈ രാത്രിയിൽ ഈ ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് അതിനൊരു പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. 2 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്: പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് അനവധി ദൈവിക ദാനങ്ങളെ അനുദിനം അനുഭവിക്കുന്നവരാണ് നാം എല്ലാവരും. അവിടെ ബൈബിൾ പറയുകയാണ്, പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. സ്തോത്രം എന്ന വാക്ക് മലയാളം പറയുമ്പോൾ ഇംഗ്ലീഷിൽ ആ വാക്ക് ഇങ്ങനെയാണ്: താങ്ക്സ് ബി അൻഡ് ഗോഡ് ഫോർ ഹിസ് അൺസ്പീക്കബിൾ ഗിഫ്റ്റ്. നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ദൈവം ചെയ്തിരിക്കുന്ന ഉപകാരങ്ങൾക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായി തീരണമെന്ന്, നന്ദി പറയുന്നവരായി തീരണമെന്ന് ബൈബിൾ പറയുകയാണ്. ആ വാക്യത്തിൽ നിന്നുകൊണ്ട് ഒരു വാക്കിനെ മാത്രം എടുത്ത് ദൈവാത്മാവ് എൻ്റെ ഉള്ളിൽ പങ്കുവെച്ച ചില ആലോചനകളെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. ദാനം എന്ന് പറയുന്ന വാക്ക്, പറഞ്ഞു തീരാത്ത ദാനം. എന്താണ് ദൈവത്തിന്റെ ദാനം? എന്തൊക്കെയാണ് ദൈവത്തിന്റെ ദാനം? വേദപുസ്തകത്തിന്റെ അകത്ത് അനേക ദൈവിക ദാനങ്ങളെ വേദപുസ്തകം നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. ദാനം എന്ന് പറയുമ്പോൾ ഭൗമികമായ ദാനങ്ങളുണ്ട്, ദൈവിക നന്മകൾ. നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് നമുക്ക് ലഭിച്ച വസ്ത്രങ്ങൾ, നമുക്ക് ദൈവം നൽകുന്ന ആഹാരം, നമുക്ക് പാർക്കുവാൻ ദൈവം നൽകിയ പാർപ്പിടം, നാം സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, ഇതെല്ലാം ദൈവത്തിന്റെ നന്മകളാണ്. നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ ജോലി, ഇതെല്ലാം ഭൗമിക നന്മകളാണ്. അപ്പോൾ തന്നെ ആത്മീകമായ ദാനങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ ദാനത്തെ 2 ഭാഗമായിട്ട് നമുക്ക് തിരിക്കാം. 1 ഭൗമികമായ ദാനം, 2 ആത്മീകമായ ദാനം. ഞാൻ അതിൻ്റെ അകത്ത് ആ ദാനം എന്ന വാക്കിൽ നിന്നുകൊണ്ട് അല്പമായി ചിന്തിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ യേശു കർത്താവ് ആ ശമരിയ സ്ത്രീയോട് പറയുന്ന വാക്കിങ്ങനെയാണ്: നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞിരുന്നു എങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ശമരിയ സ്ത്രീയോട് കർത്താവ് പറയുകയാണ്, നീ ദൈവത്തിന്റെ ദാനമാണ്. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ദൈവവേദലേ, ഞാനും നിങ്ങളും ആരാണ്? ദൈവത്തിന്റെ ദാനമാണ്. എൻ്റെ ആയുസ്, എൻ്റെ ആരോഗ്യം ദൈവത്തിന്റെ ദാനമാണ്. എൻ്റെ പദവികൾ ദൈവത്തിന്റെ ദാനമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകലിൽ മനസ്സിലാക്കുക, ഈ ഭൂമിയുടെ പരപ്പിൽ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നുവെങ്കിൽ നാം ദൈവത്തിന്റെ ദാനമാണ്. എന്റെയും നിങ്ങളുടെയും സൃഷ്ടിപ്പ് തന്നെ അത്ഭുതകരമായ സൃഷ്ടിപ്പാണ്. സങ്കീർത്തനം 139-ന്റെ 14-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാർ എങ്ങനെയാണ് പറയുന്നത്: ഭയങ്കരവും അതിശയകരമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അത് എന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. അപ്പോൾ ദൈവം ഒരു വ്യക്തിയെ സൃഷ്ടിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഭയങ്കരവും അത്ഭുതകരവുമായിട്ടാണ് ദൈവം ഒരു വ്യക്തിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ശബ്ദം കേൾക്കുന്ന ദൈവവേദലേ, നീ ഒരു അത്ഭുത വിഷയമാണ്. നീ ദൈവത്തിന്റെ കരവിരുതാണ്. ദൈവം തന്റെ കരത്താൽ സൃഷ്ടിച്ച ദൈവസൃഷ്ടിയുടെ മണിമകുടമാണ് നീ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകലിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ, ഒരുപക്ഷെ പകലായിരിക്കാം, രാത്രിയായിരിക്കാം, നിങ്ങൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ദൈവത്തിന്റെ ദാനമാണ്. അപ്പോൾ മനുഷ്യൻ ദൈവത്തിന്റെ ദാനമാണ്. അവന്റെ ആരോഗ്യം ദൈവത്തിന്റെ ദാനമാണ്. അവന്റെ കുടുംബജീവിതം ദൈവത്തിന്റെ ദാനമാണ്. അപ്പോൾ ഇതിന്റെ എല്ലാം അപ്പുറം, അപ്പോൾ നാം ദൈവത്തിന്റെ ദാനമാണ്. നമ്മുടെ ഭൗമികമായ കാര്യങ്ങൾ ദൈവത്തിന്റെ ദാനമാണ്. എന്നാൽ ഇതിന്റെ എല്ലാം അപ്പുറം ആത്മീകമായി ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ അകത്ത് ദൈവം നൽകിയ ദൈവത്തിന്റെ ദാനങ്ങളുണ്ട്. അതിൽ ഏറ്റവും പരമപ്രധാനമായ ദൈവത്തിന്റെ ദാനം എന്ന് പറയുന്നത്, പിതാവാകുന്ന ദൈവം തന്റെ ഓമനകുമാരനെ, തന്റെ ഏകജാതനായ പുത്രനെ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഈ താണഭൂമിയിലേക്ക് അയച്ചു എന്നുള്ളതാണ് ദൈവം മാനവരാശിക്ക് നൽകിയ ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിന്റെ അകത്ത് ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്: സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നൽകാതിരിക്കുമോ? അപ്പോൾ യേശുവിനെ നമുക്ക് വേണ്ടി കാൽവരിയിൽ പിതാവാകുന്ന ദൈവം യാഗമാക്കി മാറ്റിയെങ്കിൽ ആ യേശുവിനോട് കൂടെ നമ്മുടെ സകല ആവശ്യങ്ങളെയും നിവർത്തിച്ചു തരുവാൻ
ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ ബൈബിൾ പറയുന്നത് ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ. അപ്പോൾ നാം അഭിമുഖീകരിക്കുന്ന ആ വിഷയത്തിന്റെ അകത്ത്, നാം നേരിടുന്ന ആ പ്രതിസന്ധിക്കകത്ത് ആരോരും നമ്മുടെ കൂടെ ഇല്ലാതിരിക്കുമ്പോഴും എല്ലാവരും നമ്മെ കൈവിട്ട് കളയുമ്പോഴും ബൈബിൾ പറയുകയാണ് ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ദൈവം ഒരുവന്റെ അനുകൂലമായി നിന്നാൽ, ദൈവം ഒരുവനെ സഹായിച്ചാൽ ഉലകത്തിൽ ഒരു വ്യക്തിക്കോ ഒരു ശക്തിക്കോ അവനെ തകർക്കുവാനായിട്ട് കഴിയത്തില്ല, അവനെ പരാജയപ്പെടുത്തുവാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ യേശു കർത്താവിനെ നമുക്ക് വേണ്ടി പിതാവാകുന്ന ദൈവം ദാനമായി നൽകുവാനായിട്ടിടയായി തീർന്നു. പാപത്തിൽ മരിച്ച നമ്മെ, അതിക്രമങ്ങളിൽ മരിച്ച നമ്മെ, ദൈവത്തോട് അകന്ന നമ്മെ ദൈവത്തോട് നിരപ്പിക്കുവാൻ, ദൈവത്തോട് അടുപ്പിക്കുവാൻ, ക്രിസ്തുവിൽ ജീവിപ്പിക്കുവാൻ അതേ പിതാവാകുന്ന ദൈവം തന്റെ ഓമനകുമാരനെ ഈ താണഭൂമിയിലേക്ക് അയക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ നാം ക്രിസ്തുവിൽ ജീവിക്കുവാൻ വേണ്ടി ദൈവം യേശു കർത്താവിനെ നമുക്ക് വേണ്ടി ദാനമാക്കി തന്നു. നാം നിത്യജീവൻ പ്രാപിക്കുവാൻ വേണ്ടി പിതാവാകുന്ന ദൈവം യേശുവിനെ നമുക്ക് വേണ്ടി നൽകുവാനായിട്ടിടയായി തീർന്നു. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, അതേ വേദപുസ്തകത്തിന്റെ താക്കോൽ വാക്യം എന്ന് പറയുന്ന യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം ബൈബിൾ ഇങ്ങനെ പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിക്കുവാനായിട്ടിടയായി തീർന്നു. അപ്പോൾ ദൈവത്തിന്റെ ദാനമായ മനുഷ്യൻ പാപത്തിൽ മരിച്ചുപോയി ആ നിത്യജീവൻ നഷ്ടമാകാതിരിക്കാൻ അതേ ആ പിതാവാകുന്ന ദൈവം തന്റെ ഓമനകുമാരനെ നമുക്ക് വേണ്ടി ദാനമായി നൽകുവാനായിട്ടിടയായി തീർന്നു. ആ യേശുവിനെ ദാനമായി നൽകി നമ്മെ യേശു കർത്താവ് വീണ്ടെടുക്കുവാനായിട്ടിടയായി തീർന്നു. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. അപ്പോൾ രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. ഹല്ലേലൂയ. നമ്മെക്കാൾ കഴിവുള്ളവർ, നമ്മെക്കാൾ കരുത്തുള്ളവർ നാം പാർക്കുന്ന ആ പ്രദേശത്തും നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മുടെ ദേശത്തും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ കൃപയാൽ അവൻ നമ്മെ തിരഞ്ഞെടുക്കുവാനായിട്ടിടയായി തീർന്നു. യോഗ്യതകളൊന്നും നോക്കിയല്ല, കൃപയാൽ അവൻ നമ്മെ തിരഞ്ഞെടുക്കുവാനായിട്ടിടയായി തീർന്നു. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, അത് ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല. ഞാൻ ഇന്നത് ചെയ്തുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ഞാൻ ഇന്ന കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടതെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. അതെ, രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. അപ്പോൾ രക്ഷ ദൈവം മനുഷ്യവർഗത്തിന് നൽകുന്ന, മാനവരാശിക്ക് നൽകുന്ന ദാനമാണ്. എന്താണ് രക്ഷ? നമുക്കറിയാം, ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ. നാം എല്ലാവരും പാപത്തിന്റെ ശിക്ഷയ്ക്ക് പാത്രമായിരുന്നു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം തന്റെ ഓമനകുമാരനെ നമുക്ക് വേണ്ടി നൽകി. കാൽവരിയിൽ ആ യേശു കർത്താവിനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. ആ യേശു കർത്താവിന്റെ ക്രൂശ് മരണത്താൽ, ആ മരണ പുനരുത്ഥാനത്താൽ അതിൽ വിശ്വസിക്കുന്നവന് ദൈവം മക്കളാകുവാൻ അധികാരം ദൈവം കൊടുക്കുവാനായിട്ടിടയായി തീർന്നു. യോഹന്നാൻ 1:12 ബൈബിൾ പറയുന്നു, യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ രക്ഷ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ്. ക്രിസ്തുവിലായിരിക്കുന്ന ഒരുവന്, ദൈവാത്മാവിൽ ജീവിക്കുന്ന ഒരുവന് ശിക്ഷയിൽ നിന്ന് ബൈബിൾ പറയുകയാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. മലയാളത്തിൽ അവിടെ കൊണ്ട് ആ വാക്യം അവസാനിക്കുമ്പോൾ ഇംഗ്ലീഷിൽ ആ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, there is therefore now no condemnation to them which are in Christ Jesus, who walk not after the flesh but after the spirit. ആ വാക്ക് മലയാളത്തിൽ അത് മിസ്സായിരിക്കുകയാണ്, അതില്ല. ഏതാണ് അവിടെ ഇങ്ങനെയാ പറയുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ആ ക്രിസ്തുയേശുവിലുള്ളവർ ആരാണ്? അവർ ജഡത്തെ അനുസരിച്ച് നടക്കുന്നവരല്ല, അവർ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണ്. അപ്പോൾ ആർക്കാണ് ശിക്ഷാവിധി ഇല്ലാത്തത്? ക്രിസ്തുയേശുവിൽ ആയി ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. അതെ, ക്രിസ്തുയേശുവിലാണ് ഞാനെന്ന് പറഞ്ഞിട്ട് ജഡത്തിന്റെ ഇച്ഛകൾക്കും ജഡത്തിന്റെ മോഹത്തിനും അനുസരിച്ചാണ് ഞാൻ നടക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ഒരു ശിക്ഷാവിധി ഉണ്ടെന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുകയാണ്. അപ്പോൾ അതെ, ഞാനും നിങ്ങളും ദൈവത്തിന്റെ ദാനമാണ്. നഷ്ടമായി പോയ, പാപം മൂലം നഷ്ടമായി പോയ എന്നെ, നിങ്ങളെ വീണ്ടെടുക്കുവാൻ രക്ഷ ആ യേശു കർത്താവിനെ ഒന്നാമതായിട്ട് പിതാവാകുന്ന ദൈവം ദാനമായി നൽകി. 2, യേശു കർത്താവിലൂടെ രക്ഷ നമുക്ക് ദാനമായി നൽകി.
അത് മാത്രമല്ല, പിന്നെ നാം മുന്നോട്ട് പഠിക്കുമ്പോൾ 2 കൊരിന്ത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്: എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദന്റെ ജീവിതത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവിനെ ദൈവം ദാനമായി നൽകുവാനായിട്ടിടയായി തീർന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദാനമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദാനമാണ്. എങ്ങനെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനായിട്ട് പറ്റും? അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, മാളിക മുറിക്കകത്ത് 120 പേർ ആത്മാവിനാൽ പരിശുദ്ധാത്മ അഭിഷേകത്താൽ അവർ നിറയുകയാണ്. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരുടെ എല്ലാവരുടെ മേലും പതിഞ്ഞു. അവരെല്ലാവരും ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങിയെന്ന് ബൈബിൾ പറയുകയാണ്. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കണ്ടപ്പോൾ പരിഹസിച്ച ഒരു കൂട്ടം ഉണ്ടായിരുന്നു, നിന്ദിച്ച ഒരു കൂട്ടം ഉണ്ടായിരുന്നു. ഇവർ പുതുവീഞ്ഞ് കുടിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഇവര് മദ്യലഹരിയിലാണെന്ന് പറഞ്ഞ് നിന്ദിച്ച ഒരു കൂട്ടം ഉണ്ടായിരുന്നു. ഇന്നും അന്യഭാഷകൾ പറയുന്നത് കേൾക്കുമ്പോൾ അതിനെ പരിഹസിക്കുന്നവരുണ്ട്, അതിനെ നിന്ദിക്കുന്നവരുണ്ട്, എന്താണ് ഇവർ പറയുന്നതെന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, അന്യഭാഷ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ചിത്തക്ഷോഭത്തിന്റെ ഉന്മത്തതയിൽ പരിസരബോധം നഷ്ടപ്പെട്ട് വീണ്ടും വിചാരമില്ലാതെ പുലമ്പുന്ന പുലമ്പലല്ല, ഇത് ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷയാണ്. ബൈബിൾ പറയുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ പ്രസ്താവിക്കുന്നു. വീണ്ടും ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്: അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മിക വർധന വരുത്തുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഭാഷ ദൈവം തന്റെ ജനത്തിന് ദാനമായി നൽകിയിരിക്കുന്ന ആ ഭാഷ, അത് അന്യഭാഷ ദാനമായി നൽകിയിരിക്കുകയാണ്. ഈ അന്യഭാഷ പ്രാപിക്കാൻ, ഈ അഭിഷേകത്തിന്റെ നിറവ് പ്രാപിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ആത്മാവിനെ നാം എല്ലാവരും യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചപ്പോൾ ദൈവാത്മാവ് നമ്മിൽ വന്നു. അത് ശരിയാണ്. കാരണം പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ ഒരുവൻ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ നാം പ്രാപിച്ച ആത്മാവിന്റെ നിറവ് നമ്മിൽ പ്രത്യക്ഷത്തിൽ വെളിപ്പെടുന്ന ഒരു അനുഭവമാണ് നമ്മുടെ നാവിലൂടെ പുറപ്പെടുന്ന അന്യഭാഷ എന്ന് പറയുന്നത്. എങ്ങനെ നമുക്ക് ഈ അഭിഷേകത്തിന്റെ നിറവ് പ്രാപിക്കാം? അപ്പോസ്തലപ്രവൃത്തി 2:38 ധന്യനായ പത്രോസ്ലീഹ തന്റെ ആ ആദ്യ പ്രസംഗത്തിൽ താൻ പറയുന്ന വാക്കിങ്ങനെയാണ്: നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനു വേണ്ടി ഓരോരുത്തർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അവിടെയും പരിശുദ്ധാത്മാവ് ദാനമാണെന്ന് ബൈബിൾ പറയുകയാണ്. എങ്ങനെയാണ് ഒരുവന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ കഴിയുന്നത്? അവൻ മാനസാന്തരപ്പെടണം, അവന്റെ പാപങ്ങളെ ഏറ്റുപറയണം, അവൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജലത്തിൽ സ്നാനമേൽക്കുവാനായിട്ടിടയായി തീരണം. സ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയട്ടെ, സ്നാനം ഒരു സംഘടനയുടെ ആലോചനയല്ല, ഒരു വ്യക്തിയുടെ ആലോചനയല്ല. സ്നാനം ദൈവത്തിന്റെ ആലോചനയാണ്. സ്നാനം യേശു കർത്താവിന്റെ അന്ത്യകൽപ്പനയാണ്. സ്നാനം ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷിക്കായിട്ടുള്ള അപേക്ഷയാണ്. സ്നാനത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ വീഡിയോ ഞാൻ വീണ്ടും നിങ്ങൾക്ക് വേണ്ടി അടുത്ത ദിവസങ്ങളിൽ ദൈവം അനുവദിച്ചാൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് നമ്മുടെ ആ വിഷയത്തിലേക്ക് മടങ്ങി വരാം. അപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദാനമാണ്. അതുകൊണ്ടാണ് ബൈബിൾ വീണ്ടും പറയുന്നത്, 1 കൊരിന്ത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 19 ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദാനമാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ആത്മാവിനെ പ്രാപിക്കാൻ ഒരു ദാഹം, ഒരു മാനസാന്തരത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിന്റെ അകത്തുണ്ടാകട്ടെ. യേശു കർത്താവ് ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്ന വാക്യം എങ്ങനെയാണ്? ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഈ ദിവസങ്ങളിൽ വിശ്വസിച്ചാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ പരിശുദ്ധാത്മാവിന്റെ നദി പുറത്തേക്ക് ഒഴുകുവാനായിട്ടിടയായി തീരും. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നാൽ എന്താണ് ഗുണം? ദൂതൻ മറിയുടെ അടുക്കൽ വരുന്നു. ലൂക്കോസ് 1:35 ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്: അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അസാധ്യമെന്ന് ലോകം ചിന്തിക്കുന്ന ഒരു കാര്യം മറിയിൽ സാധ്യമായി മാറിയത് പരിശുദ്ധാത്മാവിന്റെ ശക്തി നിഴലിട്ടപ്പോഴാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ അസാധ്യമെന്ന് ചിന്തിക്കുന്ന മേഖലകൾക്കകത്ത് സാധ്യത വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ നിഴലിട്ടാൽ മതി. പരിശുദ്ധാത്മാവിന്റെ കേവലം നിഴൽ നിങ്ങളുടെ മേൽ വന്നു വീണാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അസാധ്യമായ മേഖലകൾ മാറുവാനായിട്ടിടയായിത്തീരും. അവിടെ സാധ്യതകൾ വെളിപ്പെടുവാനായിട്ടിടയായിത്തീരും. നിങ്ങളുടെ ശൂന്യതകൾ മാറുവാനായിട്ടിടയായിത്തീരും. ആത്മാവ് സകലത്തെയും നിറയ്ക്കുന്നവന്റെ നിറവായി നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് വെളിപ്പെടുവാനായിട്ടിടയായിത്തീരും. അതുകൊണ്ടല്ലേ വേദപുസ്തകം പറയുന്നത്, എഫെസ്യ ലേഖനം 3:20, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും
അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുവേശുവിലും തലമുറയായി എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. അപ്പോൾ നമ്മിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് നമ്മുടെ നിലവുകളേക്കാൾ, നമ്മുടെ ചിന്തകളേക്കാൾ അപ്പുറമായി അത്ഭുതകരമായ പ്രവൃത്തികളെ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് വെളിപ്പെടുത്തുവാനായിട്ട് കഴിയും. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നാൽ പുതിയ സൃഷ്ടിപ്പുകൾ നമ്മിൽ നടക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും മേഖലകൾക്കകത്ത് നിർജീവത്വം വ്യാപരിക്കുകയാണോ? ഇന്ന് ഈ ശബ്ദത്തിന്റെ മുമ്പിൽ അതേ ഹല്ലേലൂയ, അവൻ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു എന്നുള്ള ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളിൽ ചില സൃഷ്ടിപ്പുകൾ നടത്തട്ടെ. ഹല്ലേലൂയ. ചില അതേ ഓർഗനുകൾ അത് നിർജീവമായിരിക്കുന്നത് വൈദ്യശാസ്ത്രം ഇനി സാധ്യതയില്ല എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത് പുതുതായി മാറട്ടെ. ക്യാൻസറിന്റെ സെല്ലുകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിർജീവമായി മാറട്ടെ. അത് അവിടെ പുതിയ സൃഷ്ടിപ്പുകൾ നടക്കട്ടെ. ഹല്ലേലൂയ. ലങ്സുമായി ബന്ധപ്പെട്ട ആ രോഗാവസ്ഥ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അതെ, കർത്താവ് സകലത്തെയും പുതുതാക്കുന്നവനാണ്. പരിശുദ്ധാത്മാവ് വന്നാൽ നമ്മിൽ പുതിയ സൃഷ്ടിപ്പുകൾ നടക്കുവാനായിട്ടിടയായി തീരും. അങ്ങനെയെങ്കിൽ പുതിയത് ചിലത് നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് സംഭവിക്കട്ടെ. നിങ്ങൾ മുമ്പുള്ളവയെ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. അതെപ്പോൾ ഉത്ഭവിക്കും? ബൈബിൾ പറയുന്നു അതിപ്പോൾ ഉത്ഭവിക്കും. ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന നിമിഷം തന്നെ പുതിയത് ചിലത് നിങ്ങളിൽ ഉളവാകട്ടെ. അടയപ്പെട്ട വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. ശരീരത്തിന്റെ മേൽ ആ ദൈവശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഞാനും നിങ്ങളും ദൈവത്തിന്റെ ദാനമാണ്. എനിക്കും നിങ്ങൾക്കും വേണ്ടി യേശു കർത്താവിനെ പിതാവായ ദൈവം ദാനമായി നൽകി. അത് മാത്രമല്ല, ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മെ വഴി നടത്തുവാൻ പരിശുദ്ധാത്മാവിനെ ദൈവം ദാനമായി നൽകി. ഇതിന്റെ എല്ലാം അപ്പുറം റോമാലേഖനം 5-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ 1-ാം വാക്യം ബൈബിൾ പറയുന്നു, കൂടാരമാകുന്ന ഞങ്ങളുടെ ഭവഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ട് എന്നറിയുന്നു. ദൈവത്തിന്റെ അടുത്ത ദാനം നമുക്ക് വേണ്ടി കൈപ്പണിയല്ലാത്തൊരു കെട്ടിടം ദൈവം ദാനമായി നൽകുകയാണ്. ഹല്ലേലൂയ. ഈ ശരീരം അഴിഞ്ഞു പോകുന്ന ഒരു കൂടാരമാണ്. ഏത് സമയത്തും മരണം നമ്മെ മാടി വിളിക്കാം. ഭൂമിയിൽ ജനിച്ച സകല വ്യക്തിയും മരണം വഴിയായി ലോകത്ത് മാറ്റപ്പെടേണ്ടവനാണ്. ബൈബിൾ പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നീട് ന്യായവിധിയും സകല മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്നു. അപ്പോൾ സകല മനുഷ്യർക്കും നിയമിക്കപ്പെട്ടതാണ് മരണം എന്ന് പറയുന്നത്. അപ്പോൾ ആ മരണം നമ്മെ മാടി വിളിക്കുന്നതിന് മുന്നമേ ഹല്ലേലൂയ നിത്യജീവൻ പ്രാപിക്കണമോ യേശു കർത്താവിനെ രക്ഷകനും നാഥനുമായി നാം സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, സകല ഭൂസീമ വാസികളുമായുള്ളവരെ അവങ്കലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ. പാപിയായ നീ, പാപത്തിൽ നടക്കുന്ന നീ ക്രിസ്തുവിലേക്ക് തിരിഞ്ഞാൽ ഒരു രക്ഷയുണ്ടെന്ന് ബൈബിൾ പറയുകയാണ്. വേദപുസ്തകം സങ്കീർത്തനം ഇങ്ങനെയാണ് പറയുന്നത്, ന്യായവിധി നീതിയിലേക്ക് തിരിഞ്ഞു വരും. എപ്പോഴാണ് ന്യായവിധി നീതിയിലേക്ക് തിരിയുന്നത്? പാപിയായി ഞാൻ, പാപത്തിൽ നടന്ന് ഞാൻ ക്രിസ്തുവിലേക്ക് തിരിഞ്ഞപ്പോൾ എന്റെ മേലുള്ള ന്യായവിധി അത് നീതിയായി മാറുവാനായിട്ടിടയായി തീർന്നു. അപ്പോൾ ക്രിസ്തുവിൽ മാത്രമേ രക്ഷയുള്ളൂ, മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. യേശു അത്രേ ഏക രക്ഷകൻ. അപ്പോൾ ഈ കർത്താവ് നമുക്ക് ദാനം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ദാനമാണ് കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനം. അവൻ നമുക്ക് ദാനം നൽകിയിരിക്കുകയാണ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഭവനമില്ലാത്ത അനേകരുണ്ട്. അതേ, ഒന്ന് അന്തിയുറങ്ങുവാൻ, ഒന്ന് കയറിക്കിടക്കുവാൻ സ്വന്തമായി ഒരു ഭവനം ആഗ്രഹിക്കുന്ന അനേകരുണ്ട്. ഹല്ലേലൂയ. ദൈവം അതും നമുക്ക് നൽകാൻ വിശ്വസ്തനായ ദൈവമാണ്. ഈ ഭൂമിയിൽ നമുക്ക് പാർക്കാൻ ഒരു ഭവനമാണ് ആവശ്യം. അത് നൽകാനും കർത്താവ് വിശ്വസ്തനാണ്. അത് ദൈവം അതേ നൽകുക തന്നെ ചെയ്യും. എന്നാൽ ഇതിന്റെ എല്ലാം അപ്പുറം നിത്യമായൊരു ഭവനം, ഈ ഭൂമിയിലെ ഭവനങ്ങളും ഈ ഭൂമിയിലെ പാർപ്പിടങ്ങളെല്ലാം താൽക്കാലികമായിരിക്കുമ്പോൾ ഈ ശരീരമാകുന്ന, ആത്മാവ് വസിക്കുന്ന ഈ ശരീരമാകുന്ന ഈ കൂടാരവും ഇത് അഴിയുന്നതായിരിക്കുന്നത് കൊണ്ട്, ഇത് പൊളിഞ്ഞു പോകുന്നതായിരിക്കുന്നത് കൊണ്ട് അഴിയാത്ത, അതേ പൊളിയാത്ത ഒരു നിത്യഭവനം സ്വർഗത്തിലുണ്ട്. യേശു കർത്താവ് തന്റെ അരുമ ശിഷ്യന്മാരോട് മാളിക മുറിക്കകത്ത് നടത്തുന്ന പ്രഭാഷണത്തിന്റെ അകത്ത് താൻ പറയുന്ന വാക്കിങ്ങനെയാണ്, അതേ നിറവഴികളോടെ, അതേ നീറിയ ഹൃദയത്തോടെ, വിങ്ങലോടെ, ആവലാതിയോടെ, ഇടനെഞ്ച് തകർന്നിരിക്കുന്ന ശിഷ്യഗണങ്ങളോട് യേശു പറയുന്ന വാക്ക്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്തുകൊണ്ടാണ് നിങ്ങൾ കലങ്ങണ്ടെന്ന് പറയുന്നത്? ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കാൻ പോകുക. ഞാൻ ഒരുക്കിയാൽ വീണ്ടും വന്ന് നിങ്ങളെ എന്നോടുകൂടെ ചേർത്തുകൊള്ളും. അപ്പോൾ യേശു പറയുകയാണ്, ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവം ഇതിലെ നിങ്ങൾ കലങ്ങേണ്ടെന്ന്. ആ മാളികമുറി പ്രഭാഷണത്തിന്റെ അകത്ത്
തനിക്കുള്ളവർ മാത്രം ശേഷിച്ച ആ മാളികമുറി, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത ആ രാത്രി, ചരിത്രത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ചരിത്രത്തിന്റെ കാളരാത്രി, ആ രാത്രി യേശു കർത്താവ് ഹൃദയം തുറന്ന് തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ പോകുക. എന്തിനാ പോകുന്നത്? നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കാൻ പോകുക. അപ്പോൾ നമുക്ക് വേണ്ടി ഒരു നിത്യ ഭവനം സ്വർഗത്തിലുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രത്യാശ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആ ദൈവിക ദാനങ്ങളെ തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് മുന്നേറുവാൻ കർത്താവ് ഏവരെയും സഹായിക്കട്ടെ. ഇനിയും ദൈവം നൽകിയിരിക്കുന്ന മറ്റ് ദാനങ്ങൾ വേദപുസ്തകത്തിന്റെ അകത്ത് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നുവെങ്കിൽ, നിങ്ങളുടെ വചന പാരായണത്തിൽ, നിങ്ങളുടെ വചന പഠനത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ ദാനം അല്ലെങ്കിൽ ദൈവത്തിന്റെ ദാനം ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നത് നിങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് വചനം പഠിക്കാം. നമുക്ക് അത് ഈ സത്യസുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. ഒരുമിച്ച് നമുക്ക് ദൈവരാജ്യത്തിന് വേണ്ടി കൈകോർക്കാം. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, ഈ വചന സന്ദേശങ്ങൾ നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാകുന്നുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിക്കുക. ഒരുമിച്ച് നമുക്ക് ദൈവരാജ്യത്തിന് വേണ്ടി ഓടാം. കർത്താവ് ഏവരെയും സഹായിക്കുമാറാകട്ടെ.